ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ ടാബ്ലു നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഫങ്ഷൻസ് ഇൻ ടാബ്ലു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫംഗ്ഷൻ ഞാൻ പറയാൻ പോകുന്നത് കോൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റഡ് ഫീൽഡിലേക്കാണ് പോവുക. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ ഏതൊക്കെ ഡയമെൻഷൻസ് ഫീൽഡ് ആണ് ഡ്രാഗ് ചെയ്യേണ്ടത് എന്നുള്ളതും നോക്കാം. ഓക്കെ, അപ്പൊ അതിലായിട്ട് ഞാനിവിടെ റീജിയൻ എന്ന് പറഞ്ഞ ഒരു റോ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എഗെയിൻ ഞാനിപ്പോ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡും കൂടെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റീജിയനും സ്റ്റേറ്റും ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ റീജിയനെയും സ്റ്റേറ്റിനെയും എനിക്ക് കൺകാറ്റിനേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എവിടേക്ക് ആദ്യം പോകേണ്ടതെന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റഡ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളിപ്പോ ഫംഗ്ഷൻ കൺകാറ്റിനേറ്റ്. ഓക്കെ, അതില് ഞാൻ ഇപ്പൊ രണ്ട് കോളംസിനെയും ജോയിൻ ചെയ്യിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഞാനിപ്പോ റീജിയനെയും സ്റ്റേറ്റിനെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഞാനിപ്പോ റീജിയൻ എന്ന് പറഞ്ഞ ഒരു കോളം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുക പ്ലസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ അതിനെ ഒരു സ്പേസ് വെച്ചിട്ട് ആണ് കൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. എഗെയിൻ അടുത്ത കോളം എഴുതുക സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ, ഇവിടെ ആംബർസെന്റ് വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മളിവിടെ സ്പേസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു കേസിൽ കൺകാറ്റിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ കൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഇത് സ്പേസ് വെച്ചിട്ടായിരിക്കും കൺകാറ്റിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഈ ഫംഗ്ഷൻ കൺകാറ്റിനേറ്റിന്റെ അവിടെ എഡിറ്റ് കൊടുത്തിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഐഫൺ ചെയ്യാം. ഐഫൺ ഇട്ടിട്ട് വേണമെങ്കിൽ കൺകാറ്റിനേറ്റ് ചെയ്യാം. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, അത് ഐഫൺ വെച്ചിട്ട് കൺകാറ്റിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കൺകാറ്റിനേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അതും കൂടെ ഒന്ന് കാണാം. അപ്പം അത് ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലോവർ ഫംഗ്ഷൻ ലോവർ. ഓക്കെ, അത് ലോവർ കേസ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. എന്താണ് ഇപ്പൊ സബ് കാറ്റഗറി എടുക്കാണ്, സബ് കാറ്റഗറിയുടെ ലോവർ കേസ് ഡിസ്പ്ലേ ആവും. ഓക്കെ, അപ്ലൈ ഓക്കെ. അതിൽ ഞാനിപ്പം സബ് കാറ്റഗറി ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതിൽ ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ലോവർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊണ്ടുവരുമ്പോൾ ഓക്കെ, അപ്പൊ അത് ഫംഗ്ഷൻ ലോവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. എഗെയിൻ ഇതേപോലെ നമുക്ക് അപ്പറും ക്രിയേറ്റ് ചെയ്യാം. എഗെയിൻ ഞാനൊരു കാൽക്കുലേറ്റഡ് ഫീൽഡ് എടുക്കുകയാണ്, അപ്പർ. ഓക്കെ, അപ്പർ എന്ന് പറഞ്ഞിട്ടു. അതേപോലെ ഞാൻ അപ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ് സബ് കാറ്റഗറിയുടെ അപ്പർ കേസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്ലൈ ഓക്കെ. ഇതുപോലെ ഞാൻ അപ്പർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊണ്ടുവരാണ്. ഓക്കെ, അപ്പൊ അപ്പർ കേസ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. ഓക്കെ, ഞാൻ ഇതൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഫംഗ്ഷൻ അപ്പർ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ മൂന്ന് ഫങ്ഷൻസ് ആണ് കണ്ടത്. കൺകാറ്റിനേറ്റ് കണ്ടു, ലോവർ കണ്ടു, അപ്പർ കണ്ടു. ഇനി നമുക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളത് ലെഫ്റ്റ്, റൈറ്റ്, മിഡ്, ഇങ്ങനെ മൂന്ന് ഫങ്ഷൻസ്. ഓക്കെ, എനിക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ ലെഫ്റ്റ് മോസ്റ്റ് ഡാറ്റ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യും. ഓക്കെ, റൈറ്റ് മോസ്റ്റ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം റൈറ്റ് ഫംഗ്ഷൻ, മിഡിൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ മിഡിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതിനായിട്ട് ഞാനിപ്പം ഇവിടുന്ന് ഓർഡർ ഐ ഡി എടുക്കുവാണ്. ഓക്കെ, ഓർഡർ ഐ ഡി എടുക്കുന്നുണ്ട്. എഗെയിൻ ഞാനൊരു കാൽക്കുലേറ്റഡ് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, ഫംഗ്ഷൻ ലെഫ്റ്റ്. ഓക്കെ, ഫംഗ്ഷൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാൽക്കുലേറ്റഡ് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതില് ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അതിൽ സ്ട്രിങ്ങും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സും ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, സ്ട്രിങ് എന്ന് പറയുന്നത് എൻ്റെ ഓർഡർ ഐ ഡി ആണ്. സോ ഞാൻ ഓർഡർ ഐ ഡി കൊടുക്കുന്നു. എത്ര ക്യാരക്ടേഴ്സ് ആണ് എന്ന് വെച്ചാൽ 2 ക്യാരക്ടേഴ്സ് ആണ്. ഞാനിപ്പോ സി എന്ന് പറഞ്ഞത് മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്തത്. സോ 2 ക്യാരക്ടേഴ്സ് ഞാൻ കൊടുക്കുവാണ്. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഈ ലെഫ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് നോക്കുക. നമുക്ക് കാണാം സി എന്ന് മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും.
സിമിലർലി നമുക്ക് റൈറ്റ് ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഫംഗ്ഷൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതിൽ റൈറ്റ് ഓഫ് ഓർഡർ ID, അതിൽ ഞാൻ എന്ത് കൊടുക്കുന്നു, എത്ര ക്യാരക്ടേഴ്സ് ആണെന്ന് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു റൈറ്റ് മോസ്റ്റ് ഉള്ളതാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ 1 2 3 4 5 6. അപ്പൊ ഞാനിവിടെ 6 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ റൈറ്റ് മോസ്റ്റ് ക്യാരക്ടേഴ്സ് മാത്രം എക്സ്ട്രാക്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ മിഡിൽ ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ മിഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. അതായത് ഞാനിപ്പം മിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. മിഡ് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് ഓർഡർ ID ആണ്. ഓക്കെ, അതിലെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഏത് തൊട്ടിട്ടാന്നുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പം എക്സ്ട്രാക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടും ലെങ്ത്തും ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത്. സ്ട്രിങ് കൊടുക്കണം, സ്റ്റാർട്ടും ലെങ്ത്തും. ഓക്കെ, 1 2 3 4th പൊസിഷൻ തൊട്ടിട്ടാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ 4 കൊടുക്കുക. ഓക്കെ, എഗെയിൻ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാന്നുള്ളത് 1 2 3 4. ഓക്കെ, 4 ആണ് ലെങ്ത്. ഞാനപ്പോ 4 തന്നെ കൊടുക്കുവാണ്. ഓക്കെ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഫംഗ്ഷൻ മിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിഡിൽ ക്യാരക്ടർ എക്സ്ട്രാക്ട് ആയിട്ട് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് മിഡിൽ. ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഞാൻ ഇതൊക്കെ ഒന്ന് കളയാണ്. അത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിന് ഞാൻ കസ്റ്റമർ നെയിം എടുക്കുകയാണ്. ഓക്കെ, കസ്റ്റമർ നെയിം ഇവിടെ ഡിസ്പ്ലേ ആയി. ഇനി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് നോക്കാം. ഇപ്പം കസ്റ്റമർ നെയിമിന്റെ കേസിൽ ഇവിടെ ഹൈഫൺ വെച്ചിട്ട് എനിക്ക് ഹൈഫൺ അല്ല സ്പേസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ആവണം എന്നാണെങ്കിൽ ഓക്കെ, നമ്മളിവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുവാണ്. ഓക്കെ, സ്പ്ലിറ്റ്. ഓക്കെ, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഫംഗ്ഷൻ സ്പ്ലിറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അതില് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ സ്പ്ലിറ്റ് ആണ്. സ്പ്ലിറ്റ് ഓഫ് കസ്റ്റമർ നെയിം അല്ലെ, കസ്റ്റമർ നെയിം ആണ് ഞാൻ ഇവിടെ കൊടുത്തത്. കസ്റ്റമർ നെയിം. ഓക്കെ, കോമ ഇടുക. ഡീലിമിറ്റർ എന്താ ഇവിടെ മീൻസ് സ്പേസ് ആണ് എന്റെ ഡീലിമിറ്റർ. സോ ഐ എം ഗിവിംഗ് സ്പേസ്. ഓക്കെ, കോമ ഇടുക. ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടോക്കൺ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പേസ് മുതലാണ്. ഇപ്പൊ ഫസ്റ്റ് സ്പേസ് ആണെങ്കിൽ 1 കൊടുക്കും. ഓക്കെ, സെക്കൻഡ് സ്പേസ് ആണെങ്കിൽ 2 കൊടുക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റ് സ്പേസിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ 1 കൊടുക്കും. ഓക്കെ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ഇത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് സ്പേസ് ഉള്ളിടത്ത് സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പൊ ഞാനിവിടെ ഓർഡർ ID എടുക്കുവാണ്. ഓക്കെ, ഓർഡർ ID എടുക്കുകയാണ്. ഓർഡർ IDനെ എനിക്കിപ്പോ ഹൈഫൺ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എഗെയിൻ ഒരു കാൽക്കുലേറ്റഡ് ഫീൽഡ് എടുക്കുവാണ്. കാൽക്കുലേറ്റഡ് ഫീൽഡിൽ ഞാൻ സ്പ്ലിറ്റ് 1 കൊടുക്കും. കാരണം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്പ്ലിറ്റ് 1 കൊടുക്കുന്നു. ഓക്കെ, അതിൽ ഞാൻ ഓർഡർ ID ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുക. എന്റെ സ്ട്രിംഗ് എന്ന് പറയുന്നത് ഓർഡർ ID ആണ്. ഓക്കെ, അത് ഞാൻ എന്ത് വെച്ചിട്ടാണ്, ഹൈഫൺ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഹൈഫൺ കൊടുക്കുന്നു. ഓക്കെ, കോമ ഫസ്റ്റ് ഹൈഫൺ ഉള്ളിടത്തുനിന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സെക്കൻഡ് ഹൈഫൺ ആണെങ്കിൽ 2 ഇട്ട് കഴിഞ്ഞാൽ വിൽ സി സെക്കൻഡ് ഹൈഫൺ വെച്ചിട്ട് അത് സ്പ്ലിറ്റ് ആവും. ഓക്കെ, നോക്കാം. അപ്പൊ കാണാം സെക്കൻഡ് ഹൈഫൺ എവിടെയാ അത് ഉള്ളിടത്ത് വെച്ചിട്ടാണ് അത് സ്പ്ലിറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് പോവാം. വേറൊരു ഫംഗ്ഷനിലേക്ക് പോവാം. ഫൈൻഡ് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇതിൽ ഇവിടേക്ക് കസ്റ്റമർ നെയിമിനെ കൊണ്ടുവന്നിടുകയാണ്. കസ്റ്റമർ നെയിം. ഓക്കെ, കസ്റ്റമർ നെയിമില്
എനിക്ക് ഇവിടെ എവിടെയാണ് സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം കാൽക്കുലേറ്റഡ് ഫീൽഡ് എടുക്കും. അതിൽ ഫംഗ്ഷൻ ഫൈൻഡ് എന്ന് കൊടുക്കും. അതില് ഞാനിപ്പം ഫൈൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കസ്റ്റമർ നെയിം ആണ് എന്റെ സ്ട്രീം. ഓക്കെ, അപ്പൊ എനിക്ക് സ്പേസ് ഉള്ള എവിടെയാന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, എത്രാമത്തേലാണ് സ്പേസ് ഉള്ളത് എന്നാണ് എനിക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സ്പേസ് കൊടുക്കുക. ഓക്കെ, അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുത്തു. ഇനി ഞാൻ ഈ ഫംഗ്ഷൻ ഫൈൻഡിന്റെ അവിടെ ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്ത് വന്നു? ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഇത് കണ്ടിന്യൂസ് ഫോമിലാണ്, നമ്മൾ അതിനെ ഡിസ്ക്രീറ്റ് ആക്കണം. ഓക്കെ, അപ്പം ഞാൻ ഈ ഫംഗ്ഷൻ ഫൈൻഡിനെ ജസ്റ്റ് ടെക്സ്റ്റിൽ കൊണ്ടുവന്നിട്ടാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, ഡിസ്ക്രീറ്റ് ആക്കാം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും കറക്റ്റ് പൊസിഷൻ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമ്മളിപ്പോ ഇവിടെ ഡിസ്ക്രീറ്റ് ആക്കിയിട്ടില്ല, കണ്ടിന്യൂസ് ഫോമിൽ തന്നെ, പിന്നെ ഇവിടെ നമ്മൾ അട്രിബ്യൂട്ട് ആക്കിയിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം അതെടുത്തിട്ട്. അതായത് നമ്മൾ ഫംഗ്ഷൻ ഫൈൻഡ് ഇവിടെ, ഓക്കെ, ഫംഗ്ഷൻ ഫൈൻഡിന് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ കാണാം, ഇവിടെ 112 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. ബിക്കോസ് ഈ കസ്റ്റമർ നെയിം ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ആ റിപ്പീറ്റ് ആയ ആ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അട്രിബ്യൂട്ട് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അട്രിബ്യൂട്ട് ആക്കിയിട്ട് മാറ്റണം. അതുപോലെ തന്നെ ഇത് ഡിസ്ക്രീറ്റ് എന്നുള്ള ആക്കിയിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് 7th പൊസിഷനിലാണ് ഇവിടെ സ്പേസ്. 1 2 3 4 5 6 7 7th പൊസിഷനിലാണ് ഇവിടെ സ്പേസ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഫൈൻഡ്. ഓക്കെ, എഗെയിൻ ഞാനിപ്പോ വേറൊരു ഫംഗ്ഷൻ നോക്കാം. ഇപ്പൊ കസ്റ്റമർ നെയിം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് കളയാം. എന്നിട്ട് കസ്റ്റമർ നെയിമിൽ ഞാനിപ്പോ ലെങ്ത്, ഒരു ക്യാരക്ടറിന്റെ ലെങ്ത്, ഓക്കെ, ടോട്ടൽ ക്യാരക്ടേഴ്സ് ലെങ്ത് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ ലെങ്ത് ആണ്. LEN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഇപ്പൊ LEN എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ എന്തിനാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ക്യാരക്ടർ അവൈലബിൾ ഇൻ ദ ഡാറ്റ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഡാറ്റയിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ ലെങ്ത് ഓഫ് കസ്റ്റമർ, ഓക്കെ, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ കൊണ്ടുവന്നിട്ടാ പിന്നെയും അത് വരുന്നത് മൊത്തം പി നെയിം ഇവിടെ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ടോട്ടലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, അട്രിബ്യൂട്ട് ആക്കി മാറ്റുക. ഓക്കെ, അട്രിബ്യൂട്ട് ആക്കി മാറ്റുക. അപ്പൊ ഇനി ചെക്ക് ചെയ്ത് നോക്കുക. ഇതിപ്പോ 13 ഉണ്ട്. അപ്പൊ 13 കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇനി പറയാനുള്ളത് സ്റ്റാർട്ട്സ് വിത്തും എൻഡ്സ് വിത്തും എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നെയിം എനിക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ ഞാൻ അതുപോലെ ഒരു കാൽക്കുലേറ്റഡ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാണ്, സ്റ്റാർട്ട്സ് വിത്ത്. ഓക്കെ, സ്റ്റാർട്ട്സ് വിത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ FUN. ഓക്കെ, ഫംഗ്ഷൻ സ്റ്റാർട്ട്സ് വിത്ത് നോക്കാണ്. ഓക്കെ, അതിൽ ഞാനിപ്പം സ്റ്റാർട്ട്സ് വിത്ത്, ഓക്കെ, സ്ട്രിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കസ്റ്റമർ നെയിം ആണ് കൊടുത്തത്. ഇപ്പൊ എനിക്ക് എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വേണം എന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്യണം. ഞാനിപ്പോ ഇവിടെ എസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് കൊടുക്കുന്നത്. അപ്ലൈ, ഓക്കെ. ഇനി ഞാനിവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് വിത്ത് ഇവിടെ കൊണ്ടുവന്നെടുത്ത് നോക്കാം. ഇപ്പൊ ഇത് കാണിക്കുന്നത് ബൂളിയൻ വാല്യൂ ആണ്, ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന് ഈ സ്റ്റാർട്ട്സ് വിത്തിനെ ജസ്റ്റ് ഫിൽട്ടർ കൊണ്ടുപോയിട്ട് ഓൺലി ട്രൂ വാല്യൂസ് മാത്രം ഇതിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രൂ വാല്യൂ മാത്രം, എസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം ഇവിടെ ഡിസ്പ്ലേ ആവും. സിമിലർലി നമുക്ക് എൻസ് വിത്ത് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ഉണ്ട്. സപ്പോസ് ഞാൻ ഫംഗ്ഷൻ എൻസ് വിത്ത്, ഓക്കെ, എൻസ് വിത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അത് ഇതേപോലെ തന്നെ നമ്മള് എൻസ് വിത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ നെയിം ആണ്.
കോമ എസ് വെച്ചിട്ട് തന്നെ എൻഡ് ചെയ്യുന്നത് എസ് വെച്ചിട്ട് തന്നെ നോക്കാം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ കൊടുക്കാം. ഇനി എൻസ് വിത്ത് നമുക്കിവിടെ വെച്ച് നോക്കാം. ഇതുപോലെ ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആണ്. അപ്പൊ ഈ എൻസ് വിത്തിനെ ഇതുപോലെ ഫിൽറ്ററിൽ കൊണ്ടുപോയി ഇട്ടാൽ മതി. ഓക്കെ, ട്രൂ വാല്യൂസ് മാത്രം ഡിസ്പ്ലേ ചെയ്യും. എസ് വെച്ചിട്ട് എൻഡ് ചെയ്യുന്ന നെയിംസ് ഡിസ്പ്ലേ ആവും. ഓക്കെ, ഇതാണ് സ്റ്റാർട്ട്സ് വിത്തും എൻഡ്സ് വിത്തും. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. ഓക്കെ, റീപ്ലേസിന് ഞാൻ ഫസ്റ്റ് ഒരു റീപ്ലേസ് എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റഡ് ഫീൽഡ് ഫംഗ്ഷൻ റീപ്ലേസ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതില് ഞാനിപ്പം റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. ഓക്കെ, റീപ്ലേസ് സ്ട്രിങ് ആദ്യം കൊടുക്കേണ്ടത്. ഞാനിപ്പോ ഓർഡർ ഐ ഡി എടുക്കുകയാണ്. ഓക്കെ, ഓർഡർ ഐ ഡി എടുത്തിട്ട് ഓക്കെ, അടുത്തത് ഞാൻ കൊടുക്കേണ്ടത് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടത് എന്നാണ്. ഞാനിവിടെ ഐഫൺ ആണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് കൊടുക്കേണ്ടത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സബ്സ്ട്രിങ് കൊടുത്തു. ഇനി റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോ ഒരു സ്ലാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അപ്ലൈ. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കി നോക്കാം. ഓർഡർ ഐ ഡി എടുത്ത് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഈ ഐഫൺ എനിക്ക് സ്ലാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ റീപ്ലേസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഫംഗ്ഷൻ റീപ്ലേസ് വന്നിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഇപ്പൊ നമുക്ക് കാണാം ഈ ഐഫൺ ഉള്ളത് സ്ലാഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് ടെക്സ്റ്റ് ഫങ്ഷൻസ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.